നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചിങ്ങ തോരനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു അച്ചിങ്ങ തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ സവാള, വെളുത്തുള്ളി എന്നിവ ചേർത്ത് അത് നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്ത പൊടികളിലേക്ക് കിടക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നു. പിന്നെ നമ്മൾ മുളക് പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി, ഇത് സാധാ മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. അര സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ നമുക്കതിലേക്ക് ചേർക്കാം. ഇത് ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് ആവിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തത് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് ആവിയിൽ വേവിച്ച് വയ്ക്കാം. മൂടി വെച്ച് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് ആവി കയറിയതിന് ശേഷമുള്ളത് കണ്ടോ ആവി വെള്ളത്തിൽ തന്നെ നമ്മുടെ അച്ചിങ്ങ വേകുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ കുറച്ചും കൂടി നമ്മുടെ കറി ഇച്ചിരിയും കൂടി ടേസ്റ്റ് ആവും. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ അച്ചിങ്ങ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും.